ഹേ ഗൈസ്, ഞാൻ പേളി മാനിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആള് ദുബായിൽ ഒരു ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആ വീഡിയോ. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് പേളി മാണി ദുബായിൽ ഒരു ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിതൊരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മലയാളത്തിലും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അതായത് ഓഫ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ കോമൺ ആയിട്ടുള്ളത്. അതായത് സെക്കൻഡറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി യൂണിറ്റ്സ് ആണ്, കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആണ്. അതായത് വില്ല, അപ്പാർട്ട്മെന്റ്സ്, ഇതെല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുള്ള, ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെതായിരിക്കാം, ചിലപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഡെവലപ്പേഴ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഈ ഡെവലപ്പർ പ്രോജക്റ്റിൻ്റെ ഏർലി ഫേസിൽ തന്നെ, അതായത് പ്രീ കൺസ്ട്രക്ഷൻ ഫേസിൽ തന്നെ, ചിലപ്പോൾ പ്രോജക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. 2029 18 28 ഡെലിവർ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ആയിരിക്കും. പക്ഷെ ആ പ്രീ കൺസ്ട്രക്ഷൻ ഫേസിൽ തന്നെ അവരത് സെല് ചെയ്യും. അതാണ് ഓഫ് പ്ലാൻ മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഓഫ് പ്ലാൻ നമ്മൾ എടുക്കുന്നതിന്റെ ഗുണങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ലാൻഡ് അക്വിസിഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ബേസിക് കൺസ്ട്രക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഓൺലി അതിൻ്റെ ഷോ യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ ഇൻവെസ്റ്റേഴ്സിന് കാണാനായിട്ട്. അതിൻ്റെ ഫ്ലോർ പ്ലാൻസ്, പിന്നെ ബ്രോഷർ, ഇതൊക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോ എൻട്രി ടിക്കറ്റ് പ്രൈസ് ആയിരിക്കും ഓഫ് പ്ലാൻ യൂണിറ്റ്സിന് ഉണ്ടായിരിക്കുക. കാരണം അത് ഗ്രോത്ത് ഫേസിലല്ല, ഓൺലി അതിൻ്റെ പ്രീ കൺസ്ട്രക്ഷൻ ഫേസിലാണ്. അത് കംപ്ലീറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഗ്രോൺ അല്ല. ഒരു കംപ്ലീറ്റ് യൂണിറ്റ് ആണെങ്കിൽ എന്താ, ഇത് ഓൾറെഡി ഗ്രോൺ, അത് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇത് കംപ്ലീറ്റഡ് അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ഡെവലപ്പേഴ്സ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നത്. ബേസിക്കലി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഈസ് ഡയറക്ട്ലി ഫ്രം ദ ഡെവലപ്പർ. ന്യൂ യൂണിറ്റ്സ് ലോ എൻട്രി ടിക്കറ്റ് പ്രൈസിനെ നമ്മൾ മേടിക്കുന്നത്. ഇതാണ് ഓഫ് പ്ലാന്റ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ലോ എൻട്രി ടിക്കറ്റ് പ്രൈസ് ആയിരിക്കും, പിന്നെ ന്യൂ അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ന്യൂ യൂണിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് റെഡി യൂണിറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ നമുക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ക്യാഷ് അപ്ഫ്രോണ്ട് ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലെക്സിബിൾ പേയ്മെന്റ് പ്ലാൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ 30-70, 50-50, 60-40 എന്നൊക്കെ പറഞ്ഞിട്ട് പേയ്മെന്റ് പ്ലാൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ 5% ആയിരിക്കും ബുക്ക് ചെയ്യാനുണ്ടായിരിക്കുക. പിന്നെ അതിന്റെ 15% ഒരു കൺസ്ട്രക്ഷൻ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആകുമ്പോൾ അതിന്റെ 15% പേ ചെയ്യേണ്ടി വരും. ഇതെല്ലാം പേ ചെയ്യുന്നത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ, ഡെവലപ്പർ, ബാങ്ക്, UAE ബാങ്ക്, പിന്നെ ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ ഇവർ തമ്മിലാണ് ഇതിന്റെ ക്യാഷ് ഇടപാടുകൾ നടക്കുന്നത്. അപ്പോൾ എസ്ക്രോയില് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഈ എസ്ക്രോ വഴിയാണ് ബാങ്ക് ഈ ഡെവലപ്പർ പ്രോജക്റ്റ് ഓരോ മൈൽ സ്റ്റോൺ കഴിയുമ്പോൾ ബാങ്കാണ് ഈ എമൗണ്ട് റിലീസ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഡയറക്ട്ലി അല്ല ചെയ്യുന്നത്, ബാങ്ക് ത്രൂ ആണ്. ബാങ്കാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഈ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ എമൗണ്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ ക്യാഷ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഓഫ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അപ്ഫ്രോണ്ട് ആയിട്ട് ഇപ്പോൾ 1 million പ്രോപ്പർട്ടി ആണെങ്കിൽ 1 million നിങ്ങൾക്ക് അപ്പോഴേ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കില്ല, കാരണം പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓഫ് പ്ലാൻ റീസെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു 2026 ജാനുവരിയിൽ ഞാനൊരു പ്രോപ്പർട്ടി, ഓഫ് പ്ലാൻ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു 2026 ഡിസംബറിലാണെങ്കിൽ, അല്ലെങ്കിൽ 2026 ഒരു നവംബറിലാണെങ്കിൽ ഇതിൻ്റെ ഒരു 50% കൺസ്ട്രക്ഷൻ ഫേസ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോപ്പർട്ടി 50% ഗ്രോൺ ആയി കഴിഞ്ഞു, അതിൻ്റെ വാല്യൂ കൂടും. അപ്പം ഞാൻ മേടിച്ചത് 1 million ആണെങ്കിൽ എനിക്കത് ആ സമയത്ത് ഒരു 1.2 million എനിക്കത് റീസെയിൽ ചെയ്യാൻ സാധിക്കും. ഈ ഓഫ് പ്ലാൻ റീസെയിൽ എന്ന് പറയുന്നത് UAE റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഓപ്ഷനാണ് ഫോർ ഇൻവെസ്റ്റർ. കുറേ പേരും, കുറേ ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഈ ഓഫ് പ്ലാൻ റീസെയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. കൂടുതലും ഈ വാർ കോൺഫ്ലിക്റ്റ് സമയത്തൊക്കെ കൂടുതലും ഈ സെക്കൻഡറി മാർക്കറ്റ്, അതായത് ഈ ഓഫ് പ്ലാൻ റീസെയിലൊക്കെ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നു, വളരെ കോമൺ ആയിരുന്നു. So this is basically off plan resale and secondary. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ പേളി മാണി പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഓഫ് പ്ലാൻ പ്രോപ്പർട്ടിയാണ്. നെന്മ ഗ്രൂപ്പിൽ നിന്നാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നമ്മളുടെ ഈസ്റ്റേൺ ഗ്രൂപ്പിൻ്റെ ആണ് ഈ ഈ ഡെവലപ്പർ പ്രോജക്റ്റ്. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ യാ